പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF സംഘടിപ്പിച്ച കുടുംബയോഗത്തിലെ കാഴ്ചകളാണ്. ഒത്തിരി വിശിഷ്ട അതിഥികൾ ഈ കുടുംബയോഗത്തിൽ പങ്കാളികളാകാൻ വേണ്ടി കടന്നു വരാനുണ്ട്. അതിൽ പ്രധാനികളിൽ ഒരാളാണ് ET മുഹമ്മദ് ബഷീർ MP. ഈ കുടുംബസംഗമം നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 16-ാം വാർഡിലാണ്, അതായത് 48-ാം ബൂത്തിൽ. തിരക്ക് പിടിച്ച ഇലക്ഷൻ പ്രചരണത്തിലാണെങ്കിലും ബഹുമാനനായ ET മുഹമ്മദ് ബഷീർ സാഹിബ് ഇവിടം സന്ദർശിക്കുന്ന കാഴ്ചകളാണ്. ET മുഹമ്മദ് ബഷീർ സാഹിബ് ഇവിടെ എത്തി വാഹനത്തിൽ നിന്നിറങ്ങുന്നതും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരൂരിന് പുതിയ ചരിത്രം വീണ്ടും രചിക്കാൻ കുറുക്കോളി മുഹിദ്ദീൻ സാഹിബ് വീണ്ടും വരുന്നു. ബഹുമാനനായ ET മുഹമ്മദ് ബഷീർ സാഹിബ് വേദിയിലേക്ക് കടന്നു വരുന്ന കാഴ്ചകളാണ്. വളരെ കുറഞ്ഞ വാക്കുകളിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ മുന്നേറ്റം ഉറപ്പുവരുത്തേണ്ടതുണ്ട്, എന്തുകൊണ്ട് എന്ന കാരണങ്ങൾ വ്യക്തമാക്കി വളരെ കുറഞ്ഞ വാക്കിൽ ഒരൽപ്പനേരം സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷം ബഹുമാനനായ ET മുഹമ്മദ് ബഷീർ സാഹിബ് യാത്ര പറഞ്ഞു. യാത്ര പറയുന്നതിന് മുമ്പായി ദീർഘകാലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു പോന്നിരുന്ന മർഹൂം പറക്കുണ്ടിൽ ഹംസു സാഹിബിൻ്റെ വീട് സന്ദർശിക്കാനും അവരുടെ ഭാര്യയും കുട്ടികളെയും സമാധാനിപ്പിക്കാനും ET മുഹമ്മദ് ബഷീർ സാഹിബ് മറന്നുപോയില്ല. ഇവിടെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസാണ്. ധാരാളം സ്ത്രീകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. പുരുഷന്മാരെക്കാളേറെ സ്ത്രീകളായിരുന്നു, കുടുംബിനികളായിരുന്നു ഇവിടെ ഈ കുടുംബയോഗത്തിലായിട്ട് പങ്കെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു വിപുലമായ പ്രഭാഷണം തന്നെ നസീബ അസീസ് നിർവഹിച്ചു. പുതിയതായിട്ട് ഒരു അതിഥി കടന്നു വരുന്നു, അതൊരു സെലിബ്രിറ്റിയും കൂടിയാണ്. ഈ മുഖം നമുക്കെല്ലാം സുപരിചിതമാണ്. അതായത് മറിമായം എന്ന ടെലിഫിലിമിലെ പ്യാരജാതൻ എന്ന കഥാപാത്രത്തെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെയെല്ലാം നിത്യജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട നിയമകുരുക്കുകളും വിഷയങ്ങളൊക്കെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ച് മലയാളിയുടെ മനം കവർന്ന മറിമായം ഗ്രൂപ്പിലെ നമ്മളെല്ലാം അദ്ദേഹത്തെ അറിയുന്നത് പ്യാരജാതൻ എന്ന കഥാപാത്രത്തിലൂടെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരിയായുള്ള പേര് സലീം ഹസൻ എന്നാണെന്നുള്ള വിവരം കൂടുതൽ ആളുകൾക്കൊന്നും അറിയാൻ സാധ്യത കുറവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും അവരുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് ഈ കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ വന്നവർക്കെല്ലാം ആവേശമായി. മാത്രമല്ല, ഈ സദസ്സിൽ ഹൃദയസ്പർശിയായ മനോഹരമായ ഒരു കവിതയും ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത്.